ഇദ്ദേഹം ഇതിൽ പരാമർശിക്കുന്ന ഈ ലിബിയായ ഇന്റർവ്യൂറില്ലേ അത് ഞാൻ തന്നെ. മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഉസ്താദാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ആലോചിക്കണം മോളെ, വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാരം അകക്കമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT. ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ടാൽ അദ്ദേഹം ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. എനിക്കറിയില്ല. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഉസ്താദുമാരെ മുസ്ലിം യുവതികൾ തന്നെ അധിക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഞാൻ ഇൻസ്റ്റയിൽ നിന്നൊരു വീഡിയോ കണ്ടു. നമ്മുടെ അൻസാരി സുഹൂരി ഉസ്താദ് ഉണ്ടല്ലോ, അൻസാരി സുഹൂരി ഉസ്താദിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ. ഇവരേതൊരു ചാനലിൻ്റെ അവതാരകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്തോ പിഴവ് പറ്റി, ഉസ്താദ് അവരെ കളിയാക്കി, കുറ്റം പറഞ്ഞു, എന്തൊക്കെയോ അവരെ മോശമാക്കി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യുവതി ഉസ്താദിനെതിരെ ഗംഭീര വീഡിയോ. അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. ഇദ്ദേഹം ഇതിൽ പരാമർശിക്കുന്ന ഈ ലിബിയായ ഇന്റർവ്യൂറില്ലേ അത് ഞാൻ തന്നെ. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഉസ്താദാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ടാൽ അദ്ദേഹം ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ അറിവില്ലായ്മയോ കളിയാക്കാനോ പുച്ഛിക്കാനോ അയാൾ എന്ത് മുസ്ലിമാണെന്ന് ചോദിക്കാനോ ഒരാൾക്കും ഇസ്ലാമിൽ റൈറ്റ്സ് ഇല്ല. ഒരാളുടെ വിശ്വാസം അത് അവരുടെ മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂയുടെ ഇടയിൽ എനിക്കിപ്പോ റീസെന്റ് കൊല്ലം തുളസി സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജിഹാദി എന്നൊരു വാക്ക് പറയുകയും അതിന്റെ അർത്ഥം ചോദിക്കുകയും അത് ഞാൻ തെറ്റായി പറയുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഞാൻ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് എന്നിട്ട് ഇതൊന്നല്ല ജിഹാദി, ഇങ്ങനെയല്ല ജിഹാദി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിവില്ലാത്തൊരു സാധനം അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യൂസ് ചെയ്തിരുന്നു. ഈ അസോസിയേഷന്റെ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഈ പറയുന്ന ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആൾക്കാരാ. ഇദ്ദേഹം ഈ ജിഹാദി എന്താണെന്നുള്ളത് സമൂഹത്തോട് ക്ലിയർ ആയിട്ട്, ഇപ്പൊ കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോ എത്ര പുസ്തകന്മാര് ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ആ സമയത്ത് ക്യാമറാമാനായിട്ടും ഒക്കെ എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പല മുസ്ലിംസിനും ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച്. എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ, ഖുർആനിൽ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനായാൽ തെറ്റ് ചെയ്യും എന്നുള്ളത്. അള്ളാഹു അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റിനെ ഉസ്താദ് ഇപ്പൊ കളിയാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലാത്തതും കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ആ സ്പോട്ടിലാണ് അദ്ദേഹത്തിന്റെ ജിഹാദി എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നൊന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എന്താണ് ജിഹാദി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇനിയിപ്പോ തലേന്നാണ് നമുക്ക് ഗസ് ആരാന്ന് അങ്ങനെ വരികയാണെങ്കിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാവുന്നതൊന്നല്ല. അപ്പോൾ എന്റെ പരിമിതമായ അറിവിൽ ആ സമയത്ത് എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്താ ജിഹാദി എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഇത് നേരത്തെ കരുതി കൂട്ടി പോയി പ്ലാൻ ചെയ്ത ഒരു ടോപ്പിക്കോ ഡിസ്കഷൻ ടോപ്പിക്കോ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് പറയാം, ഓക്കെ കൊല്ലം തുളസി സാർ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇതാണ് ശരിക്കും ജിഹാദി എന്നും പറയാം. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കളിയാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കളിയാക്കിയിട്ടോ അല്ല. ഞാൻ എന്ത് മുസ്ലിമാന്ന് ചോദിച്ചാൽ അത് ഞാനും പഠിച്ചവനും തമ്മിൽ, എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യണ്ട, ഞങ്ങൾ തമ്മിലുള്ള ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുന്ന എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയോ ഇല്ല. ഈ ഘോരമായി നീട്ടി വലിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് വേദ നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയാണ്. യുവതി ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ കാരണം അൻസാരി സുഹൂരി ഉസ്താദ് ജിഹാദിനെ കുറിച്ചിട്ട് ഈ സ്ത്രീ ഒരു ഇന്റർവ്യൂ നടത്തിയത്ര കൊല്ലം തുളസി എന്നൊരു നടനുമായിട്ടാണ് ആ ഇന്റർവ്യൂ. അപ്പോൾ ആ കൊല്ലം തുളസി എന്ന് പറയുന്ന ആ നടൻ ഈ ജിഹാദ് എന്താണെന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ ഭയങ്കര അഗ്രസീവായിട്ടുള്ള മുസ്ലിംസിനെയാണ് ജിഹാദികൾ എന്ന് പറയാമെന്ന് പറയുന്നത്. കാരണം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വേർഡാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അൻസാരി ഉസ്താദ് വളരെ മോശമായിട്ടാണ് ഈ സ്ത്രീയെ പറ്റി സംസാരിച്ചതാണ് പറയുന്നത്. നിങ്ങൾ ആ സുഹൂരി ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ അങ്ങനെ അവരെ അധിക്ഷേപിച്ചിട്ടുണ്ടോ കളിയാക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് കാണാലോ. മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ. എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം,
വയലൻ്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ, അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ്. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്സാരം അകക്കമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജെമിനിയുടെ ചോദിച്ചാലൊക്കെ കിട്ടൂലേ. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? ഇനിയിപ്പോൾ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസിദാർ, അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂതം ഒന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ ഖുർആൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമനമായി ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇതില്ലേ, അവരെ രക്ഷ്യത്തെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകും? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്കേ ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലം തുളസിദാർ, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസിദാറെ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിൻ്റെ ആ വേഷം പേർക്കൊണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ മിനിമം നിങ്ങളിതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ളവർ ഓത്തുപിടിപ്പിക്കുന്ന അവസ്ഥയായി. ഇതാണ് ആ വീഡിയോ. പ്രത്യക്ഷത്തിൽ എനിക്കിതിൽ കളിയാക്കിയതായിട്ടും തോന്നിയിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറ്റം പറയാനും പറ്റില്ല. വിമർശിക്കുക എന്നുള്ളത് അധിക്ഷേപവും പരിഹാസമോ അല്ല. എല്ലാവർക്കും എല്ലാം അറിവുണ്ടാവണമെന്നില്ല. മിക്ക ആളുകൾക്കും, മുസ്ലിങ്ങൾക്കും ജിഹാദികൾ എന്നുള്ള പദത്തിനർത്ഥം യുദ്ധം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഒരു വളരെ മോശം വേർഡായിട്ട് കാണുന്നവരുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത്ര അറിവുണ്ടാവുള്ളൂ. എന്തായാലും ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് കിട്ടിയ അറിവ് വളരെ കുറവാണെന്നാണ് വാക്കിനർത്ഥം. എത്രയും സുന്ദരമായൊരു വേർഡ്. അപ്പോൾ ആരും അറിവിൽ സമ്പൂർണ്ണരല്ല. അറിവില്ലാത്തതിൻ്റെ പേരിൽ ആരെയും പരിഹസിക്കാൻ വേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ ഉസ്താദിൻ്റെ ഭാഗത്താണോ തെറ്റ്, ഈ ഒരു സ്ത്രീയുടെ തെറ്റിദ്ധാരണയാണോ, എന്താണ് നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോയും കണ്ട് തോന്നിയിട്ടുള്ളതെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നബിദിന പരിപാടിയുണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഞാൻ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യം ആയിഷ, കാസർഗോഡ് നിന്ന് ആയിഷ. പതിവായി നബി ത്വാഹിറയിൽ കയറി പരനെ സ്തുതിച്ചും കൊണ്ടവിടം കൂടി മുത്തിനെ വിലയിൽ ഇരുന്ന പുത്തിൽ മലക്ക് ജബ്രാഹിൽ അണിഞ്ഞ മുന്നിൽ ഇഖ്റ തുടങ്ങിയ വചനം ചൊല്ലി ഈ റസൂൽ നബിയാരിൽ വായം കൂടുങ്ങി ത്തിൽ പഠിപ്പെനിക്കറിവുമില്ല ഉരയാൻ എനിക്കൊട്ടും അറിവുമില്ല. 2 മുഹമ്മദ് ഷുഹൈബ്. താരകമുല്ലേ തങ്കമലർന്നിതിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമഴകിയ അഷ്റഫുൽ ഖവരി അല്ലാഹുവേ കണിയേ അജബുകളുതിരണാതിമികവൊളിയേ മക്കയിലെ മണം തട്ടിൽ അകം തട്ട് പൂത്ത നിലാവിതള് സെയ്തുനാ താരകമുല്ലേ തങ്കമല അർനിതിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമഴകിയ അഷ്റഫുൽ ഖവരി ഇരുട്ടിൽ നടന്നിട്ടുണ്ടോ നൂറേ എൻ്റെ
നാളം നീട്ടും ദോനൂറേ എൻ്റെ മുനീറേ നീയും മകളുടെ മിനാർ തൂപ്പിൽ വർഗില്ലേ. ഇപ്പോൾ എല്ലാവരുടെയും പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ നബിദിന പരിപാടികൾ അയക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ആയിട്ട് അയക്കുക. ഓഡിയോ ആയിട്ട് അയക്കരുത്, നിങ്ങൾ വീഡിയോ ആയിട്ടാണ് അയക്കേണ്ടത്. ഇൻഷാ അല്ലാ നബിയുടെ മധുഗാനം തന്നെ ആയിരിക്കണം. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.